ഹായ് കൂട്ടുകാരെ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ജിഷാസ് വേൾഡ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പാലക്കാട് 2 ദിവസം മുമ്പ് ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു നനവൊക്കെയാണ് ഈ കാണുന്നത്. ചെറുതായിട്ട് ഇലകളൊക്കെ ചെറുതായിട്ട് ഒന്ന് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു മഴ. അപ്പം കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതെനിക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ആ വേസ്റ്റൊക്കെ പുറത്തിട്ട് കത്തിക്കുകയാണ്. അപ്പം നന്നായിട്ട് കത്താൻ വേണ്ടിയിട്ടാണ് ചിരട്ട കൂടി ഇട്ടിട്ടുള്ളത്. പ്ലാസ്റ്റിക്കൊന്നും അല്ല കേട്ടോ, കുറച്ച് അല്ലാത്ത കുറച്ച് വേസ്റ്റൊക്കെയാണ്. അതങ്ങനെ കവറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിക്കുകയാണ്. ചെറിയൊരു മൂടലുണ്ട്, പക്ഷേ മഴ വെയിലൊന്നും ഇപ്പം കുറേ ദിവസങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ചെറിയ മൂടൽ വരും വൈകുന്നേരമായിട്ട്. ഇപ്പം മഴ പെയ്യുമെന്ന് തോന്നും, പക്ഷേ പെയ്യത്തില്ല. പിന്നെ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷം നല്ല കാറ്റാണ്. നിങ്ങൾക്ക് ഇലകൾ നോക്കിയാൽ മനസ്സിലാവും. 5 മണിക്ക് ശേഷം ഒരു രാത്രിയൊക്കെ നല്ല കാറ്റാട്ടോ. പക്ഷേ വീടിൻ്റെ ഉള്ളിൽ കയറിയാൽ നല്ല ചൂടാണ്, പുറത്തങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ ഞാൻ വേസ്റ്റൊക്കെ കത്തിച്ചതിന് ശേഷം ഒരു പഴം ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2-3 ദിവസമായി പഴം വാങ്ങിയിട്ട് അങ്ങനെ കേടായി വരുന്നുണ്ട്. അപ്പം ഓറിയോ ഷേക്ക് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴമെല്ലാം ഞാൻ തോലെല്ലാം കളഞ്ഞ് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവിടെ ഓറിയോ ബിസ്ക്കറ്റ് എല്ലാം എടുത്തിട്ട് പൊടിക്കുന്നുണ്ട്, കൈ കൊണ്ട് തന്നെ ചെറുതായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാല്, നല്ല കട്ടിപ്പാലാണ് കേട്ടോ. അപ്പോൾ 1/2 ഗ്ലാസ് കട്ടിപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് പെട്ടെന്ന് അടിച്ചിട്ട് അങ്ങനെ എടുത്തു. അപ്പോൾ ഇതാ ഈ കപ്പിൽ എടുക്കുകയാണ്. ഞങ്ങൾക്ക് 3 പേർക്കും മതിയല്ലോ. അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഐസ് ഇട്ട് കൊടുക്കണം. ശരിക്കും ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഏലക്ക ഒക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഏലക്കൊന്നും ഇട്ടിട്ടില്ല. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ചേർക്കുന്നത് ചിയാ സീഡാണ്. ചിയാ സീഡ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. വയറിന് നല്ല തണുപ്പ് കിട്ടാനും ഒരുവിധം രോഗങ്ങൾക്കൊക്കെ നല്ലതാണ്. നല്ല സുഖമാണ് നമുക്കത് നമ്മുടെ ശരീരത്ത് പോകുന്നത്. അപ്പോൾ ചിയാ സീഡ് കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ അടിച്ചെടുക്കുകയാണ്. കുറച്ച് ഐസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തിരി തണുപ്പൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് 1 ഗ്ലാസ് കുടിക്കുകയാണെങ്കിൽ അടിപൊളിയാട്ടോ. ഇപ്പോൾ നല്ല ചൂട് സമയത്തൊക്കെ ഇങ്ങനെ പഴം ഉണ്ടെങ്കിൽ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കുകയാണെങ്കിൽ നല്ലതാട്ടോ നമ്മുടെ ശരീരത്തിന്. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പം ഇത്തിരി ഐസ്ക്രീമും കൂടി അതിലിടുകയാണെങ്കിൽ ശരിക്കും ഷേക്ക് അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അടുക്കളയിൽ നിന്ന് കുടിച്ച്, അവിടെ ചൂടായതുകൊണ്ട് അവിടെ ഹാളിലേക്ക് വന്ന് അവിടെ ഇരുന്ന് കുടിക്കുക കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.